വിശദമായ വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്തെ ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി മലപ്പുറം മേൽമുറി മദീൻ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൽ നാസറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പരീക്ഷയുടെ തലേന്ന് കേസിലെ രണ്ടാം പ്രതി ഫഹദിന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻ കുട്ടി പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വിവരങ്ങൾ. വൃന്ദ, മലപ്പുറം മേൽമുറിയിലുള്ള മഅദിൻ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണാണ് അബ്ദുൽ നാസർ. സ്വദേശിയാണ്, മലപ്പുറം പനങ്ങാങ്കര സ്വദേശിയാണ് ഇദ്ദേഹം. ഈ മലപ്പുറം പനങ്ങാങ്കര സ്വദേശിയായ അബ്ദുൽ നാസറെ ഇന്നലെ വീട്ടിൽ നിന്നാണ് ക്രൈം എടുത്തത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യപേപ്പർ ചോർച്ചയുടെ ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം ഇയാളാണ് എന്ന് കൃത്യമായി കണ്ടെത്തി. നിലവിൽ കേസിലെ ഒന്നാം പ്രതി MS സൊല്യൂഷൻ CEO കൊടുവള്ളി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷൊഹീബാണ്. രണ്ടാം പ്രതി നേരത്തെ അറസ്റ്റിലായ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന അധ്യാപകൻ മലപ്പുറം സ്വദേശി ഫഹദാണ്. മൂന്നാം പ്രതി ജിഷ്ണു ആണ്. ജിഷ്ണു കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശിയാണ് ജിഷ്ണു. ഇതിൽ മലപ്പുറം സ്വദേശിയായ ഫഹദ് നേരത്തെ ഈ മലപ്പുറം മേൽമുറിയിലുള്ള മഅദിൻ അൺഎയ്ഡഡ് സ്കൂളിൽ HM ആയി ജോലി ചെയ്തിരുന്നു. ആ ഫഹദ് ജോലി ചെയ്യുന്ന വേളയിൽ തന്നെ ഈ പ്യൂൺ അബ്ദുൽ നാസറുമായി സഹപ്രവർത്തകർ എന്ന നിലയിൽ നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഫഹദ് മാറുകയും സ്വകാര്യ ട്യൂഷൻ സെന്റർ മലപ്പുറത്ത് ആരംഭിക്കുകയും ചെയ്ത 2 വർഷത്തോളം ആ സ്വകാര്യ ട്യൂഷൻ സെന്റർ ഫഹദ് നടത്തി. ആ സ്വകാര്യ ട്യൂഷൻ സെന്റർ നടത്തുന്ന സമയത്തും ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ ഫഹദിന് ഈ അബ്ദുൽ നാസർ ക്രൈംബ്രാഞ്ചിനോട് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ ആയതുകൊണ്ട് തന്നെ മറ്റ് തെളിവുകളൊന്നും അക്കാര്യത്തിലില്ല. പക്ഷേ MS സൊല്യൂഷനിലേക്ക് ഫഹദ് മാറിയതോടുകൂടി ഇത്തവണത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ 4 ചോദ്യപേപ്പറുകളാണ് ചോർത്തി നൽകിയത്. അതിൽ പുറത്തു വന്നത് പ്രധാനമായും പരീക്ഷ നടന്നിരുന്നത് കൃത്യമായി ചോദ്യപേപ്പർ പുറത്തേക്ക് ചോർന്നത് 2 പരീക്ഷകളുടേതാണ്. അത് 10ാം ക്ലാസ് ഇംഗ്ലീഷ്, ഒപ്പം തന്നെ +1 മാത്സ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് പുറത്തേക്ക് ചോർന്നത്. കൂടാതെ മൊയ്തീൻ കുട്ടിയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതികരണത്തിന് പോയതിനു ശേഷം റിയാസിലേക്ക് തിരിച്ചെത്തും. അതുകൊണ്ട് നേരത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ഈ MS സൊല്യൂഷൻസിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ഫഹദിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് സോഷ്യലിനെ പറ്റി കൂടുതൽ എല്ലാം തന്നെ ഇത് സീൽ ചെയ്യാറില്ല പൊതുവെ. കാരണം പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിൽ ബണ്ടിലാണ്, അതിന്റെ കവർ ഉണ്ടാകുമെന്നല്ലാതെ അത് സീൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കവറിൽ നിന്ന് പുറത്തെടുക്കാൻ കാര്യങ്ങൾ എളുപ്പമാണ്. തിരികെ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത് പൊട്ടിച്ചിരുന്നു എന്ന് അറിയാനും പ്രയാസകരമാണ്. ഇനിയിപ്പോൾ പുതിയ ആവശ്യമുയരുക ഇത്തരം പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്യുമ്പോഴും സീലിംഗ് സംവിധാനം, അത് സീൽ ചെയ്യുന്ന സംവിധാനം ഉണ്ടാകണം എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ആവശ്യമായി ഉയർന്നു വരിക. അങ്ങനെയാണ് ഈ MS സൊല്യൂഷന്റെ ഇംഗ്ലീഷ് അധ്യാപകനായ ഫഹദിന് നാസർ ഈ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുന്നത്. ഇത് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ഇത് വലിയ വിവാദമായി എന്നറിഞ്ഞപ്പോൾ ഫഹദും ഒപ്പം തന്നെ ഈ നാസറുമെല്ലാം തന്നെ അവരവരുടെ വാട്സപ്പ് ചാറ്റുകൾ മുഴുവനായി ഫോർമാറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് കൃത്യമായി ഫോറൻസിക് പരിശോധനയിലൂടെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. ഫഹദിന്റെയും ജിഷ്ണുവിന്റെയും മൊബൈൽ ഫോണുകൾ നേരത്തെ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാസറിന്റെ മൊബൈൽ ഫോണുകളും ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കുന്നു. മലപ്പുറം മേൽമുറിയിലുള്ള മഅദിൻ പ്യൂണായിട്ടുള്ള മലപ്പുറം പനങ്ങാങ്കര സ്വദേശി അബ്ദുൽ നാസറാണ് ഈ ചോദ്യപേപ്പർ ഫഹദിന് MS സൊല്യൂഷനിലെ കൊടുവള്ളി MS സൊല്യൂഷന്റെ അധ്യാപകനായ ഫഹദിന് ചോർത്തി നൽകിയതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇയാളെ താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കും. പിന്നീട് റിമാൻഡ് ചെയ്യപ്പെട്ടതിനു ശേഷം ഇയാൾ വാങ്ങുന്നതിനുള്ള നടപടികളും അപേക്ഷകളുമായി ക്രൈംബ്രാഞ്ച് പോകുമെന്നുള്ള സൂചനകളാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. വൃന്ദ. ശരി റിയാസ്.